RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ രാത്രി നടന്ന ജിറോണ വിസസ് ബാഴ്സലോണ ഡെർബിയെ കുറിച്ചാണ് പറയുന്നത്. ബാഴ്സലോണ ഡെർബിയിൽ 2-1 ബാഴ്സലോണ ജയിച്ചു. ആരായിരുന്നു ഫൈനൽ ഗോൾ അടിച്ചത്? അറൗഹോ. സൂപ്പർ സ്ട്രൈക്കർ ആയിട്ട് വന്നിട്ട് അറൗഹോ ഫൈനലിൽ ഗോൾ അടിച്ചിട്ടാണ് ബാഴ്സലോണ വിജയിച്ചത്. എനിക്ക് തോന്നുന്നു കളി അത്രത്തോളം ബാഴ്സ ആരാധകരെ സംതൃപ്തിപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എന്താന്ന് പറഞ്ഞാൽ ഒരുപാട് ചാൻസുകൾ ഉണ്ടായിരുന്നു. സ്റ്റാർട്ടിങ്ങിലോ മുതൽ എല്ലാം കുറെ കാര്യങ്ങൾ കളിച്ചു. ഫസ്റ്റ് ഗോൾ അടിക്കുന്നവരെ അല്ലെ 20 മിനിറ്റ് ഫസ്റ്റ് ഗോൾ അടിക്കുന്നവരെ ബാഴ്സ നന്നായി കളിച്ചു. ഗോൾ അടിച്ച ശേഷം ജിറോണയുടെ തിരിച്ചു വരവായിരുന്നു. അതുവരെ ജിറോണ ഡിഫൻസ് ചെയ്ത് ഇങ്ങനെ കളിക്കുന്ന ഒരു ഗോൾ വഴങ്ങാതെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ യമാല്, പിന്നെ നമ്മളെ ഫോർമേഷൻ തന്നെ ഇന്ന് പുതിയൊരു ഫോർമേഷനാണ് എൽസിബ്ലിക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ബാഴ്സയുടെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിന് നോക്കിയാൽ തന്നെ 4-2-3-1 ടോണി ഫെർണാണ്ടസ് ആണ് ആളുടെ ലാ ലീഗ് ഫസ്റ്റ് കളിയാണ് കളിക്കുന്നത്. അപ്പോ ചങ്ങായിനെയാണ് ഇന്ന് സ്ട്രൈക്കറായിട്ട് കളിച്ചത്. എനിക്ക് തോന്നുന്നു വലിയ ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഫസ്റ്റ് ഹാഫില് 13-ാം മിനിറ്റാണ് ആദ്യ ഗോൾ വീണത്. അതിന് മുമ്പ് തന്നെ 2-ാം മിനിറ്റിൽ തന്നെ നമ്മുടെ റാഷ്ഫോർഡിന്റെ ഒരു കിക്ക് ഗോൾ കീപ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 13-ാം മിനിറ്റിൽ ഗോൾ വീണു. ഗോള് വീണ ശേഷം അതും ഗോള് പറഞ്ഞാല് അതിസുന്ദരമായ ഗോളാണ് പെഡ്രിയുടെ ഗോൾ. പെഡ്രിക്കാണ് ഇന്ന് മാൻ ഓഫ് ദി മാച്ച് കിട്ടിയിരിക്കുന്നത്. പെഡ്രിയുടെ ഗോൾ എന്ന് പറഞ്ഞാല് നമ്മൾ വിചാരിക്കും ആ ഒരു ഗോൾ അസിസ്റ്റിലേക്കാണ് പോകുന്നത് വിചാരിക്കും. പക്ഷെ അസിസ്റ്റ് ഇങ്ങനെ യമാലാണ് ആ അസിസ്റ്റ് കൊടുക്കുന്നത്. ആ ബോൾ കൊണ്ട് ഇങ്ങനെ 2-3 ആൾക്കാരെ ട്രിപ്പിൾ ചെയ്ത് പെനാൽറ്റി ബോക്സിനുള്ളിൽ കൂടെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വിടുകയാണ്. ആ ബോൾ ഇങ്ങനെ ബോക്സിന്റെ സൈഡിൽ തട്ടിയിട്ട് ഉള്ളിലേക്ക് കയറണം. അങ്ങനെ ഗോൾ കീപ്പറൊക്കെ നോക്കി നിൽക്കുകയാണ്. ശരിക്കും എല്ലാവരും പ്രതീക്ഷിച്ചത് ഒരു അസിസ്റ്റ് ആണ്. ഈ ഗോൾ വീണ ശേഷമാണ് ജിറോണ കളിയിലേക്ക് വന്നത് അല്ലെ. ജിറോണ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയത് ഈ ഗോൾ വീണ ശേഷമാണ്. അതിനുശേഷം തുടർന്ന് 2 ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്റെ ഒരു കാഴ്ചപ്പാടിൽ കുറെയൊക്കെ കാര്യങ്ങൾ നമുക്ക് മിസ്സാവുന്നതെന്ന് പറഞ്ഞാൽ ഹൈലൈൻ കീപ്പ് ചെയ്യുന്നത്. ഹൈലൈൻ കീപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഇന്നും ബാഴ്സ പണി വാങ്ങിക്കേണ്ടതായിരുന്നു. ഭാഗ്യം കൊണ്ടാണ്, ഷെസ്നിയും ഭാഗ്യം കൊണ്ട് മാത്രമാണ് കുറെ ഗോളുകൾ ജിറോണിന്റെ ഫിനിഷിംഗ് ഇല്ലായ്മ കൊണ്ട് മാത്രമാണ് ഇന്ന് ഗോൾ വീഴാതിരുന്നത്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഹൈലൈൻ കീപ്പ് ചെയ്യണമെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു ഡിഫൻസ് കറക്റ്റ് ആയിട്ട് ആരൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത് കുബാർസി, ഇനിഗോ മാർട്ടിനസ്, അതുപോലെ ബാൾഡേക്ക് ഉണ്ട്. ഇവര് 4 ആളും ഒരേ മനസ്സ് പോലെ ഒരേ ഹൈലൈൻ കീപ്പ് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് അങ്ങനെ കളിക്കാൻ പറ്റിയത് കഴിഞ്ഞ സീസണിൽ. ഇപ്പൊ എതിർ ടീമുകളൊക്കെ പഠിച്ചു വരണം. ഇപ്പൊ കഴിഞ്ഞ കളിയൊക്കെ കണ്ടാ അറിയാലോ. ഇപ്പൊ നമുക്ക് ചാമ്പ്യൻസ് ലീഗിലായിക്കോട്ടെ, അതേപോലെ കഴിഞ്ഞ ലാ ലീഗ് മത്സരങ്ങളിലൊക്കെ ഇവര് ഒരു ടീമോട് ഈ ഹൈലൈൻസ് എങ്ങനെ നമ്മുടെ പി എസ് ആയിട്ടുള്ള കളിയിലൊക്കെ കണ്ടാൽ നമുക്ക് അങ്ങനെ ഗോൾ അടിക്കുന്നത്. അപ്പൊ അതിനുശേഷം ഒരുപാട് മൂവ്മെന്റുകൾ ഇന്നത്തെ നടന്നിരുന്ന മത്സരത്തിൽ ഒരുപാട് ഇമ്പാക്റ്റുകൾ 2 ടീം ഉണ്ടാക്കി. 2 ടീമുകൾക്ക് ഒരുപാട് ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ജിറോണന്റെ ഗോൾ കീപ്പറും അടിപൊളി സേവുകളായിരുന്നു. എനിക്ക് എടുത്തു പറയേണ്ടത് നമ്മുടെ 22-ാം മിനിറ്റിൽ ചെസ്നി ഒരു സേവ് ഉണ്ടായിരുന്നു. അതിനുശേഷം റാഷ്ഫോർഡിന്റെ ഒരു ഫ്രീ കിക്ക് പോസ്റ്റ് തട്ടി പോകുന്നൊരു നിമിഷം ഉണ്ടായിരുന്നു. അത് വല്ലാത്തൊരു ഇതായിരുന്നു. അത് ഗോൾ ആയിരുന്നെങ്കിൽ റാഷ്ഫോർഡിന്റെ അടിപൊളി ഒരു ഫ്രീ കിക്ക് ആയിരുന്നു. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ മത്സരങ്ങളിൽ മൊത്തത്തിൽ ഉണ്ടായിരുന്നത്. പെഡ്രിക്കാണ് മാൻ ഓഫ് ദി മാച്ച് കിട്ടിയിട്ടുള്ളത്. അവസാനം ഫ്ലിക്കിനോട് നമ്മുടെ അറോഹോ എന്തോ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ഞാൻ സ്ട്രൈക്കറായിട്ട് ഇറങ്ങിയിട്ട് ഞാൻ തന്നെ ഗോൾ അടിച്ചോളാം, എനിക്കൊരു അവസരം തരണം പറഞ്ഞിട്ട് അവസാനം കുറച്ച് നേരം ഒരു 10 മിനിറ്റ് വേണ്ടി ആശാൻ ഇറങ്ങിയിട്ട് ആ ഒരു ഗോൾ അടിച്ചിട്ട് ആ ഷർട്ട് ഊരിയിട്ട് ഒരു സെലിബ്രേഷൻ ഉണ്ട്. മറ്റേ മുമ്പത്ത് പോയിട്ട് ഇങ്ങനെ നിന്നിട്ട് അത് ഹോളി സെലിബ്രേഷൻ ആയിരുന്നു. അതിൽ രക്ഷയില്ല. എന്തായാലും കഷിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയാം. ബാഴ്സയുടെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാല് ഇന്ന് 2-1 ജയിച്ചതാണ്. 1-1 90+2 മിനിറ്റ് വരെ 1-1 നിന്നത്. അവസാന 2 മിനിറ്റാണ് അറോഫന്റെ ഉണ്ടായത്. അതിന് മുമ്പ് കുറെ ചാൻസുകൾ കിട്ടിയിട്ടുണ്ട്. ഫെർമിൻ ലോപ്പസ് അടിച്ച ബോൾ ഒന്ന് പോസ്റ്റിൽ തട്ടി പോകുന്നുണ്ട്, ഒന്ന് ഗോൾ കീപ്പർ സേവ് ചെയ്യുന്നുണ്ട്, അതേപോലെ ഡിജോൺ അടിക്കുന്നവർ സേവ് ചെയ്യുന്നുണ്ട്, റാഷ്ഫോർഡ് അടിക്കുന്നത് സേവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സേവുകൾ അവരുടെ കീപ്പർ അതേപോലെ ഇന്നത്തെ ഭാഗ്യമില്ലായ്മ. പക്ഷെ അതേപോലെ ജിറോണയും ഈ സൈഡിലേക്ക് ഒരുപാട് അറ്റാക്കുകളും അതേപോലെ ഒരുപാട് ഗോൾ സ്കോർ ചെയ്യാൻ ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ്, അതും ഷെസ്നിയുടെ ഫ്രണ്ടിൽ 1-2 സേവുകൾ ഉണ്ടായിരുന്നു ഷെസ്നിയുടെ. ബാക്കി ഭാഗ്യം കൊണ്ട് മാത്രമാണ് കഴിച്ചിലായത്. അല്ലെങ്കിൽ മിക്കവാറും ഇന്ന് ബാഴ്സയുടെ കാര്യം ഒന്നൊന്നല്ല, ചിലപ്പോൾ ഇങ്ങോട്ട് ഗോൾ വീഴേണ്ട ചാൻസ് വരെ ഉണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് കഴിച്ചിലായത്. ഇന്നത് ലൈനപ്പിന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഷെസ്നിയാണ് ഗോൾ കീപ്പർ ആയിട്ടുണ്ടായിരുന്നത്. അതേപോലെ കുണ്ടെ, കുബാർസി, ഗ്രാസിയ ആൻഡ് ബാൾഡെ ഇവർ 4 ഡിഫൻസിൽ ഉണ്ടായിരുന്നത്. മിഡ്ഫീൽഡിൽ ഡിജോണും കസാഡോയും പെഡ്രിയാണ് ഉണ്ടായിരുന്നത്. യമാലും റാഷ്ഫോർഡും റൈറ്റും ലെഫ്റ്റും ഉണ്ടായിരുന്നപ്പോൾ സ്ട്രൈക്കർ റോളിൽ ഫെർണാണ്ടസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് ഫെർണാണ്ടസിനെ മാറ്റി സെക്കൻഡ് ഹാഫിൽ ഫെർമിൻ ലോപ്പസ് വന്നപ്പോൾ നല്ല കളിയുടെ ഇമ്പാക്റ്റിനെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ബാഴ്സയുടെ ഈ ഒരു കളി ഇങ്ങനെയൊക്കെ ആയി ടേബിൾ ടോപ്പർ ആയിക്കാണ്. റയൽ മാഡ്രിഡിനെ കടത്തിയിട്ട് നാളത്തെ മത്സരം റയലിൽ ജയിച്ചാലാണ് ബാഴ്സയെ കടക്കുള്ളൂ, അല്ലെങ്കിൽ 1ാം സ്ഥാനക്കാരായിട്ട് തുടരും. അപ്പൊ നമുക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ ബാഴ്സ 27 ഷോട്ട് എടുത്തിട്ടുണ്ട്, ജിറോണ ഇവിടെ 11 ഷോട്ട് എടുത്തിട്ടുള്ളൂ.
ഇതിൽ ഷോട്ട് ഓൺ ടാർഗറ്റ് 9 ഷോട്ട് ഓൺ ടാർഗറ്റ് ബാർസയ്ക്ക്, 4 ഷോട്ട് ഓൺ ടാർഗറ്റ് ജിറോണയ്ക്കും. ബോൾ പൊസിഷൻ നോക്കുകയാണെങ്കിൽ 68% ബാർസയ്ക്കും 32% ജിറോണയ്ക്കും. പാസസ് നടത്തിയിട്ടുള്ളത് 670 പാസും 309 പാസ് ജിറോണ. പാസിംഗ് ആക്യുറസി നോക്കുകയാണെങ്കിൽ 91% ബാർസയ്ക്കും 84% ജിറോണയ്ക്കും. ഫൗള് നോക്കുകയാണെങ്കിൽ ബാർസ 10 ഫൗള് കമ്മിറ്റ് ചെയ്തപ്പോൾ ഇവിടെ ജിറോണ 7 ഫൗള് മാത്രം. യെല്ലോ കാർഡ് നോക്കുകയാണെങ്കിൽ ബാർസയ്ക്ക് 1 ജിറോണയ്ക്ക് 2. റെഡ് കാർഡ് അങ്ങനെ ഒന്നും ഇല്ല. പിന്നെ കോച്ചിന് കിട്ടിയിട്ട് അടുത്ത എൽ ക്ലാസിക്കോയിൽ ഉണ്ടാവില്ല. എൽ ക്ലാസിക്കോ 29-ാം തീയതി 26-ാം തീയതി നടക്കുന്ന എൽ ക്ലാസിക്കോയില് അൻസിഫ്ലിക്ക് ഉണ്ടാവില്ല. അതെന്താണ് ഇന്ന് റഫറി ആരാന്നും കൂടി നോക്കണം. അപ്പൊ അതും കൂടി ഒന്ന് അതിനെക്കുറിച്ചുള്ള ഒരു കമന്റ് ബോക്സിൽ ബാർസ ആരാധകർ ഒന്ന് കമന്റ് ബോക്സിൽ അതിനെക്കുറിച്ച് കമന്റ് ഇടണം. പിന്നെ ഓഫ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ബാർസ ഒരു ഓഫ് സൈഡ് ആയപ്പോ ഇവിടെ 2 ഓഫ് സൈഡ് ജിറോണ. പിന്നെ കോർണർ 11 ബാർസ കോർണർ, ജിറോണന്റെ 5 കോർണേഴ്സും ഉണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് കോർണേഴ്സും വിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് സംഭവങ്ങൾ. എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഹാഫിൽ യമാലിനൊക്കെ മാറ്റിയ തീരുമാനം എനിക്ക് അൻസിഫ്ലിക്കിനോട് നല്ലൊരു തീരുമാനം. എന്താ പറയുക, യമാലിന് അത്രത്തോളം ആളുടെ ഒരു പൊട്ടൻഷ്യൽ ഫസ്റ്റ് ഒരു 10 മിനിറ്റ് നല്ല ഇമ്പാക്ട്, 12 മിനിറ്റ് ഇമ്പാക്ട് ഉണ്ടാക്കി ഒരു അസിസ്റ്റ് ഒക്കെ ചെയ്തെങ്കിലും പക്ഷെ യമാലിന്റെ ബെസ്റ്റ് ഒന്നല്ലെന്ന് കളിച്ചു. അതുകൊണ്ട് തന്നെ യമാലിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റൂണി ബൈജാന് കളിക്കാൻ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ കളിയുടെ കുറച്ച് ഇതൊക്കെ മാറി തുടങ്ങി. തീർച്ചയായിട്ടും ഫോം അല്ലെങ്കിൽ 7 താരങ്ങളെയും വെച്ചിരുത്തരുത് അവർക്ക്. അതുമല്ല, ഇന്ന് പരിക്കൊക്കെ മാറി വരികയാണ്, യമാലിന് സ്റ്റാർട്ടിങ് കൊടുക്കരുത്. എന്താ പറഞ്ഞാൽ അതൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ടിങ് കൊടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിലൊക്കെ കൊടുക്കായിരുന്നു. എന്തായാലും നമ്മുടെ ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു വിജയം കാണായിരുന്നു. അത് വിജയിച്ചു. ഇന്റർനാഷണൽ ബ്രേക്കിന് മുമ്പ് ഒരു തോൽവിയായിരുന്നു. ബാഴ്സയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ തോൽവി ഉണ്ടാവുക. അപ്പോൾ അതെന്തായാലും സംഭവിച്ചില്ല. എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ ബാഴ്സയുടെ കളി ഉണ്ടായ സംഭവങ്ങൾ. അപ്പൊ ബാഴ്സ അങ്ങനെ 2-1 ആറോഹോ സൂപ്പർ സ്ട്രൈക്കർ ആയിട്ട് വന്ന ആറോഹോന്റെ ഗോളിൽ ബാഴ്സ വിജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകളായ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക് ഇതെല്ലാം ഒന്ന് ഫോളോ ചെയ്ത് സഹായിക്കാം. താങ്ക് യു.